നമസ്ತೆ എല്ലാവർക്കും എല്ലാവരും എങ്ങനെ ഉള്ളവര് അപ്പോൾ കുറേ നാളായി വീഡിയോ ആക്കാത്ത ചിലക്ക് കുറച്ച് ബിസി ഉണ്ടായി കഴിഞ്ഞ ആഴ്ച എല്ലാം ഉണ്ടല്ലോ ഫുള്ള് പോനി അങ്ങനെല്ലാം ഉണ്ടായി അങ്ങനെ കൊണ്ട് വീഡിയോ ആക്കാനി കുറച്ച് ഇച്ചിരി ലോങ് വീഡിയോ ആക്കിയിട്ടില്ല ഞാൻ ഷോർട്ട് വീഡിയോ എല്ലാം ആക്കീനി അങ്ങനെ ഇപ്പോൾ ഞാനില്ലേ കാലത്തെ ദോശ ആക്കിയോണ്ടുള്ളേ നമ്മക്ക് സ്കൂളുണ്ട് നീ ആഴ്ചക്ക് രജ കിട്ടീനി ഓണമിൻ്റെ രജ കിട്ടീനി നമ്മൻ്റെ അവർക്ക് രജ കിട്ടുന്നില്ല അവർക്ക് ഇത് ദീപാവളി പിന്നെ ദീപാവളി ആ ടൈമിൽ രജ കിട്ടുന്നത് അവർക്ക് അങ്ങനെ കീഞ്ഞോണ്ടുള്ള ಬೇರೆ ದೋಸೆ ಹಾಕಿ ಇದು ಗೋಧಿ പൊടി ഉണ്ടല്ലേ ഞാൻ പുതിയ ഒരു തവ ഓർഡർ ആക്കിനവ ഇതുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിനെ ഞാൻ ഇതിൻ്റെ കോൺടാക്ട് നമ്പർ പിന്നെ ഇതിലൊക്കെ ലിങ്ക് ഇല്ലവ ഇത് കോൺടാക്ട് നമ്പറിൽ തന്നെ കോൾ ആക്കിയെങ്കിൽ അവർ ഞങ്ങൾക്ക് പുറക്ക് തന്നെ ഡെലിവറി ആക്കുന്നവർ അങ്ങനെ ഗോധിപ്പൊടിൻ്റെ ദോശ ആക്കിയോണ്ടുള്ളേ പിന്നെ ഇന്നാലുണ്ടല്ലേ ബസ്സള കറി ആക്കിയിട്ടുണ്ടഞ്ഞി ബസ്സള പിന്നെ പയർ അതിനിപ്പോൾ ഞാൻ ചൂടാക്കിയോണ്ടുള്ളേ പിന്നെ നമ്മേൻ്റെതെല്ലാം ഇപ്പം കീഞ്ഞിട്ടായിനി ചായ എല്ലാം കുടിച്ചിട്ട് ഇപ്പോൾ ഉണ്ടല്ലേ അവളിപ്പോൾ എനിക്ക് സ്കൂൾക്ക് കൊണ്ടാക്കണിപ്പോൾ ഞാൻ ക്ഷണിച്ചിന്നല്ലോ നോക്കി എന്തായിനിരാ ചോറിന്നാ എന്തിട്ടി പുതു തിന്നിനക്കാള് ഒക്കെ അതാ പിന്നെ ഇനി ചേരലി പോകുന്നത് ചേരലിയാ ചേരലി പോകുന്നതിന് പിന്നെ നോക്കല്ല ചാ ബിസ്കൂട്ടിലുണ്ടാന്നിട്ട് ഇല്ലേ അങ്ങനെ നമ്മന ബസ് സ്റ്റാൻഡ് അടുത്തോളം അളക്കോനിപ്പോൾ കീഞ്ഞിനിപ്പോൾ പോകുന്നത് സ്കൂളിൽ മഴ പിടിച്ചിനാണ് മഴ പിടിച്ചിന് നോക്കാം മഴ വരുന്നിട്ട് പിന്നെ പോയിട്ട് വരണേ അവ മാർഗ സൈഡ് പോയിട്ട് നിൽക്കാനി ഊടുന്ന് ഏർപ്പിച്ചുകൊണ്ട് പോകാനില്ല അങ്ങനെ ഓക്കെ അങ്ങനെ ഞാനുണ്ടല്ലേ നമ്മി എന്നെ ബസ്സിൻ്റെ അടുത്തോളം കൊണ്ടാക്കിയിട്ട് ഇപ്പം ഞാൻ ഈ പുരക്ക് വന്ന് നീയാഴ്ച കാലത്ത് എണിച്ചിട്ടുണ്ടായോ ഞങ്ങൾ പോകുമ്പോൾക്ക് പിന്നെ ബൈക്ക് വരുമ്പോൾക്ക് കട്ടിയില്ല ഉറങ്ങിനോ പിന്നെ ഞാൻ അവനെ എണിപ്പിക്കാനും നിന്നിട്ടില്ല ഇപ്പം ഞാൻ കുളിച്ചിട്ടെല്ലാം ഉണ്ടല്ലോ ഇപ്പം ഞാൻ തിരി വെച്ചോണ്ടുള്ളേ ഇനി നീയാഴ്ച എണിക്കുമ്പോഴൊക്കെ എണിക്കട്ടെ അവന് സ്കൂളില്ലല്ലേ അങ്ങനെ ഞാൻ പിന്നെ അവിടെയൊക്കെ എന്നെ ഇളക്കി അവന് കുറച്ചൊരു പനിയെല്ലാം വന്നുകൊണ്ടുണ്ടായിരുന്നല്ലോ ജാവു പിന്നെ ഉണ്ടല്ലോ ഇപ്പം ഞാൻ ചവിട്ടിലൊക്കെ ഇപ്പോൾ പൂയിട്ടോണ്ടുള്ളൂ ഇപ്പോൾ ചോണത്തിങ്ങൽ ഞങ്ങൾ ഒരു തിങ്ങ ഫുള്ള് ചവിട്ടിലൊക്കെ പൂയിടുന്നു ഞാൻ ഈ പുതിയ പരായ പിന്നെ അഭ്യാസമാക്കിയത് അങ്ങനെ ഇപ്പം ഞാൻ എന്നെ ഇട്ടോണ്ടുള്ളേ ചിലപ്പോൾ നമ്മയായിടുന്നവരൊക്കെ ഇന്ന് സ്കൂളിൽ അവർക്ക് പോകുന്നതിന് ബസ്സെല്ലാം വരുമ്പോൾ കൊണ്ടല്ലോ ഇതെല്ലാന്നില്ല ഈ പണി പിന്നെ ഞാൻ അവരെല്ലാം പോയാൽ പിന്നെ എന്നെ ആറാമത്തിൽ ഞാൻ എന്നെ എടുക്കുന്നത് ഇപ്പം എൻ്റെ തിരിയെല്ലാം വെച്ചിട്ടായി പിന്നെ ഉണ്ടല്ലേ ഇനി ഞാൻ ചായ കുടിക്കണു നീ പിന്നെ എണിച്ച പിന്നെ ചായ കൊടുക്കാമെന്ന് അങ്ങനെ ഇപ്പോൾ എനക്ക് പൈച്ചോണ്ടുണ്ടഞ്ഞി അങ്ങനെ ഞാൻ ദോശ ഞങ്ങൾ ഗോധിപ്പൊടിൻ്റെ ദോശ പിന്നെ ബസളക്കറി പിന്നെ ചായ അങ്ങനെ ഇപ്പോൾ കുടിച്ചോണ്ടുള്ളേ ഒറ്റക്ക് കുടിക്കാൻ മടിയാന്ന് എപ്പോഴും നീ ശരിക്കും എൻ്റെ കഥ അങ്ങനെ ഉണ്ടല്ലേ ഞാൻ ചായ കുടിച്ചിട്ടായ പിന്നെ ഉണ്ടല്ലേ നിരീക്കാത്ത ഒരു ദേവാലയത്തേക്ക് പോയതാവാ കുമ്പള കണിപ്പുര ദേവാലയം ഉണ്ടല്ലേ ചിലങ്ങ എൻ്റെ ബാവൻ്റെ തിരുവ ചെല്ലത് ഞങ്ങൾ പോയിട്ട് വരാമെന്ന് അങ്ങനെ ഞാനും ഒന്നിരിച്ചിട്ടേ ഇല്ല പോകാൻ നിൽക്കുന്നത് അങ്ങനെ അയാൾ സഡന്ന് കേട്ട് അങ്ങനെ ആയി പോയിട്ട് വരാൻ നിൽക്കുന്നത് നിയാശനെ കൊണ്ടായിട്ടില്ല ഞങ്ങൾ രണ്ടയാൾ പോയത് നിയാശന് അജ്ജ ഉണ്ട് ഇവിടെ പറലി അങ്ങനെ ഉറങ്ങിയിട്ട് ഉണ്ടായല്ലേ അങ്ങനെ ഞാൻ അവനെ വിളിച്ചിട്ടില്ല ഞങ്ങൾ എന്നെ സീത പോയിട്ട് അവിടെ എന്നെല്ലാം നോക്കിയിട്ട് ഇപ്പോൾ റിട്ടേൺ പുരക്ക് റപ്പ ബന്നിനി എന്തോ പൂജ ആയിട്ട് പൂജ ശരി ഉച്ചോളം നിന്നിട്ടില്ല പോയത് തോതിട്ട് സീത വന്നത് അങ്ങനെ നോക്കി ഇപ്പോൾ പുറത്തത്തെ സീനിൽ ഞങ്ങൾ വീഡിയോ ആയിക്കൊണ്ടുണ്ട് വരുമ്പോൾ കൂടെ നീ ഞാൻ ക്ഷണിച്ചിട്ടുണ്ടല്ലേ പല്ലെല്ലാം കതിയിട്ട് ചായ എല്ലാം കുടിച്ചിട്ടെല്ലാം അതിനാവാ ഞാൻ പോകുമ്പോഴൊക്കെ ചെക്കന് കാളനമ്പല എല്ലാം ആയിക്കൊണ്ടുണ്ടാ നീ ഇപ്പോൾ വരുമ്പോഴൊക്കെ നോക്കി എത്ര ഉസാറുള്ള ചെക്കൻ പിന്നെ ഞാനില്ലേ വന്നിട്ട് റപ്പന്ന് ചോറെല്ലാം വെച്ചിന് ചിലങ്ക് സ്റ്റോറിൻ്റെ തന്നെ ഇന്ന് ചോറ് വെക്കാമെന്ന് ലേറ്റായി പിന്നെ അത് ഞങ്ങൾക്ക് കാലത്ത് ചോറ് വെക്കാൻ ഓർമ്മയില്ല ഞാൻ സീത ദേവാലയത്തേക്ക് തന്നെ പോയതല്ലേ നീ ശേഷം നോക്കി എന്ത് ഉപദ്ര ഒരു ചോറ് കയ്യത്തേങ്ങ് മാത്രം ഒരു മിനിറ്റ് മാത്രം അവൻ ഉണ്ടാതിരിക്കുന്നത് പിന്നെ അവൻ ഉണ്ടല്ലേ എന്ത് കയ്യത്തേങ്ങ് അവൻ കളിക്കുന്നതിനൊന്നും ഇപ്പിക്കുന്നില്ല ചില ഇങ്ങനെ ലൂട്ടിയാക്കിക്കൊണ്ടിരിക്കുന്നു എന്താ എങ്കിൽ തേടിയോണ്ടു പിടിച്ചോണ്ടു ഇതായിക്കൊണ്ടു പിന്നെ ഞാൻ വരുമ്പോൾ ഉണ്ടല്ലേ കറിക്ക് ബെണ്ടക്കായി കിട്ടിയിട്ടുണ്ട് ഞാൻ അവിടെ കുമ്പള മാർക്കറ്റിലുണ്ടല്ലേ നല്ല നാട ബെണ്ടക്കായി ഉണ്ടഞ്ഞി അങ്ങനെ ഞാൻ കുറച്ചോ ഒരു കാക്കിളന്ന് അത്ര തന്നെ എടുത്തത് ചില പിള്ളേർ തിന്നുന്നില്ല അല്ലേ പിന്നെ ഒരു 100 റുപ്യൻ്റെ അരക്കിലൊക്കെ 100 130 എന്താ അങ്ങനെ മത്തി എടുത്തോണ്ടി പിന്നെ നാട കക്കരിക്കെല്ലാം ഉണ്ട് ഞാൻ അതിനെ എടുത്തോണ്ട് വന്നിനി ഇപ്പോൾ ബെണ്ടക്കായിനുണ്ടല്ലേ ഒരു പുളിമുഞ്ചി വെക്കാന്നില്ലിട്ട് ഇന്ന് പുളിമുളകിൽ വെക്കുന്നല്ലേ അങ്ങനെ ആക്കാന്ന് പിന്നെ മത്തിനെ കായ്ക്കണു അങ്ങനെ ഇപ്പോൾ ഫസ്റ്റൊക്കെ ഞാനില്ലേ ബെണ്ടക്കായിനെ കട്ടാക്കിയിട്ട് വെച്ചോണ്ടുള്ള ഇത് പിള്ളേർ ഈനെല്ലാം തിന്നു തന്നെ ഇല്ല പിള്ളേർക്ക് ഇത് ഇഷ്ടമില്ല നിനക്ക് ഇഷ്ടം നാട ബെണ്ടക്കായ അല്ലേ അങ്ങനെ നോക്കിയിട്ട് ആസായിട്ട് എടുത്തത് ഞാൻ ഈ കുമ്പള മാർക്കറ്റ് കൊണ്ടല്ലേ ഇന്നലെ ഫസ്റ്റ് പോയത് എനിക്ക് കുറേ ഫോളോവേഴ്സ് എന്തോരെല്ലാം കിട്ടിയാരാവാം അത് കുസിയാണ് ഇപ്പം എല്ലായിടത്തും പോയവിടെ എല്ലാം ഫോളോവേഴ്സ് എന്തോരം കിട്ടുന്നവർ വന്നിട്ടെല്ലാം മുണ്ടുമൊക്കെ ഉണ്ടല്ലോ എനിക്ക് ഭാര്യ കുസിയാന്ന് അങ്ങനെ ഇപ്പോൾ ബെണ്ടക്കായി മുറിച്ചിട്ടായി പിന്നെ ഉണ്ടല്ലോ ഇതിലേക്ക് ഇനി നീരുള്ളി പിന്നെ ടൊമാറ്റോ അതിനിപ്പോൾ മുറിച്ചിട്ട് വെക്കണം പിന്നെ കായ്മുളകും ഇല്ല ഞങ്ങളിൽ തീർന്നിനി കൊടുന്നത് അതാണ് കറിഞ്ഞിട്ട് തന്നെ ഇല്ല
അങ്ങനെ ഞാൻ ഈ നീരുള്ളി പിന്നെ ടൊമാറ്റോ മാത്രം ഇപ്പോൾ മുറിച്ചിട്ട് വെച്ചത്. എപ്പോഴും അങ്ങനെ മാർക്കറ്റിലേക്ക് ഇങ്ങനെല്ലാം പോയാൽ കൊണ്ടല്ലേ എന്തായാലും ഓർമ്മ ഇരിക്കുന്നത്, പിന്നെ വരുമ്പോൾ ഉണ്ടല്ലേ എന്തായാലും ഒന്ന് മറന്നിട്ട് തന്നെ വരുന്നത് അതേപോലെ ആണത്. അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം മുറിച്ചിട്ടാകുമ്പോൾ കൊണ്ടല്ലേ എൻ്റെ ഇവിടെ ചോറ് വെന്തിട്ടുണ്ടായി, സ്റ്റോറിൻ്റെ അറിയല്ലേ അതറപ്പ ബേവന്നു. അങ്ങനെ ഈനിപ്പോൾ ബാർത്തിട്ടിടണു, അങ്ങനെ ബാർത്തിട്ടിട്ടോണ്ടുള്ളേ. അങ്ങനെ അതിന് പിന്നെ ഞാനില്ലേ മീനിനോ അങ്ങനെ മുറിച്ചിട്ടെല്ലാം കൊടുന്നേ മീൻ കായ്ക്കോന് 1/2 കിലോ മത്തി. അങ്ങനെ അതിലേക്ക് മുളകും മഞ്ഞ പിന്നെ പുളി ഉപ്പ് ഇത്ര വക ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ഇപ്പോൾ ഇതിനെ പെരക്കിയിട്ട് വെക്കാന്ന്. വെണ്ടക്കായി കറി ഫസ്റ്റ് ആക്കുക, പിന്നെ ഇതിനെ മീൻ കായ്ക്കാം. മീനെ ചോറ് വയ്ക്കാനാകുമ്പോൾ കായ്ച്ചാൽ മതിയാന്ന്. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല, ഉടനെ പുറത്ത് തന്നെ ഇങ്ങനെ മൂടിയിട്ട് വെച്ചേ. ഇപ്പം ഞാനിവിടെ ഉണ്ടല്ലേ ബെണ്ടക്കായി കറി ആയിക്കൊണ്ടുള്ളേ എണ്ണ ഇട്ടിട്ടുണ്ടല്ലേ അതിലേക്ക് കുറച്ച് കടുവെല്ലാം ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് പിന്നെ വെള്ളുള്ളി കറച്ചപ്പ് കൊണ്ടുതന്നെ മറന്ന് അപ്പുറത്ത് തന്നെ ഉണ്ട് അല്ലെങ്കിൽ ഈ ബല്ലല്ല ഇപ്പോൾ പോനു നല്ല എന്നാന്നില്ലവ. അതിന് പിന്നെ നീരുള്ളിയെല്ലാം ഇട്ടിട്ടുണ്ടല്ലോ, നീരുള്ളിനെ കുറച്ച് നേരം ബാടിച്ചിട്ടായ പിന്നെ ടൊമാറ്റോ എല്ലാം ഇട്ടിട്ട് അതിന് കുറച്ച് നേരം ഫുള്ള് ബാടിച്ചിട്ടായ പിന്നെ ഞങ്ങൾ ബെണ്ടക്കായി കട്ടാക്കി വെച്ചിട്ടുണ്ടായല്ലേ അതിനെ ഇട്ടിട്ട് കുറച്ച് ഇപ്പോൾ ബെണ്ടക്കായ ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു ചോറ് കളർ ഒരു ചോറ് ചേഞ്ച് ആണ് മൂടിയിട്ട് വെച്ചങ്ങായി. അപ്പോൾ കുറച്ച് കളർ ചേഞ്ച് ആണെന്നല്ലേ തണ്ണി എന്ത് വീത്തിയിട്ടില്ല ഇപ്പം ഞാൻ അതിന് പിന്നെ ഉണ്ടല്ലേ കുറച്ചത് ഇതായ പിന്നെ ഞാൻ മുളക് അരച്ചിട്ടെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇട്ടിട്ടുണ്ടല്ലോ ഇതിലേക്ക് വേണ്ടത്ര തണ്ണി പിന്നെ കുറച്ച് ഉപ്പു പിന്നെ ഉണ്ടല്ലോ ഇതിലേക്ക് ഞാൻ ചോറ് ബെല്ലം ഇടുന്നു. ബെല്ലം എല്ലാം ഇട്ടിട്ട് എല്ലാം ഒരേപോലെ മിക്സ് ആക്കിയിട്ടുണ്ടല്ലോ ഇതിനെ നല്ല ചെറു മുളകിൽ തന്നെ വേവുന്ന പോലെ വെച്ചെങ്കിൽ ഞങ്ങൾ ബെണ്ടക്കായിൻ്റെ പുളിമുളക് റെഡിയാന്ന്. അങ്ങനെ ബെണ്ടക്കായിൻ്റെ കറി ആക്കിയിട്ടുണ്ടല്ലോ ഞാൻ നമ്മേനെ റിട്ടേൺ വിളിച്ചോണ്ട് വന്നേ ഉപ്പളത്തേക്ക് പോയിട്ട് അവർക്ക് ഉച്ചോളോ ചെല്ലെങ്കിൽ അവർക്ക് ഓണമിൻ്റെ ഫംഗ്ഷൻ ഉണ്ടായി സാലಲ್ಲಿ. അതിന് പിന്നെ ഞാൻ വന്നിട്ട് ഇപ്പോൾ ഇവിടെ മീൻ കായ്ച്ചോണ്ടുള്ളേ തേങ്ങ ഇട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ മീൻ കായ്ക്കാൻ നിലത്തിന്ന് പിള്ളേർക്ക് ചോറ് അവ നമ്മ സാലಲ್ಲಿ തന്നെ ಬೇಯಿച്ചിನ അവർക്ക് അവിടെ ഗമ്മത്തുണ്ടഞ്ഞില്ല ചെല്ലെങ്കിൽ ഓണം അല്ലെ ഓണം സദ്യയെല്ലാം ഉണ്ടഞ്ഞി. ഇപ്പോൾ എനക്ക് മാത്രം ഇപ്പം നീയശുക്കു വേണ്ട ചെല്ലിയ ചോറും അവന്ന് പെട്ട് അപ്പം തിന്നുമ്പോൾ ലേറ്റായിനല്ലേ. അങ്ങനെ അവൻ്റെത് അങ്ങനെ അവൻ ടൈമൊക്കെ എന്ത് വരുന്നില്ല, അവൻ പിന്നെ മനസ്സാകുമ്പോൾ വന്നിട്ട് ബേക്കുന്നത്. പിന്നെ ഞാനും അങ്ങനെ ഒത്തയാക്കുന്നില്ല മാത്രം ചോറെല്ലാം ബേക്കുന്നവൻ അവനെപ്പം മനസ്സാന്ന് അപ്പം വന്നിട്ട് ഗമ്മത്തിൽ ബേയിച്ചിട്ടെല്ലാം പോന്നു. അങ്ങനത്തെ നീയാശു ഞങ്ങളത്. അങ്ങനെ ഇപ്പോൾ ഒരു 4 മീനും പിന്നെ ഒരു കുറച്ച് മുട്ട ഞാനിപ്പോൾ ഫ്രൈ ആക്കിയിട്ട് വെച്ചത്. മുട്ട ചെല്ലെങ്കിൽ നീയാശു ചിലപ്പോൾ കേക്കൊരു മതി എന്നിട്ട് ഞാൻ മുട്ടനവ് ഫ്രൈ ആക്കിയത്. അങ്ങനെ ഇപ്പോൾ മത്തി മാത്രം ഉണ്ടല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാഞ്ഞാവ മത്തി 1/2 കിലോ മത്തിയെ കൊടുന്നത് ഞാൻ. പിന്നെ എനക്ക് 1 കിലോ എടുത്തരാഞ്ഞിന്ന് കായ്ച്ചിട്ടാകുമ്പോൾ കൊണ്ടല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാഞ്ഞി. അങ്ങനെ ഇപ്പോൾ ഉണ്ടല്ലേ മത്തിനെല്ലാം സോക്കിൽ ഫ്രൈ ആക്കി തിരിച്ചിട്ട് മറിച്ചിട്ടെല്ലാം ഇട്ടിട്ട് മുളക് പൊടി അങ്ങനെ ഈ കുറിൻ്റെ മുളക് പൊടി ഞാൻ കൊടുന്നതുണ്ടല്ലോ കുറച്ചൊരു കാരം ഉണ്ടായി എന്ന് നല്ല കാരം തിന്നുമ്പോൾ കൊണ്ടല്ലേ നല്ല ടേസ്റ്റ് ആയിക്കൊണ്ടഞ്ഞി. അങ്ങനെ ചോറ് വയ്ക്കുന്ന ടൈമായി ചെല്ലെങ്കിൽ 2 മണി തന്നെ ആയിട്ടുണ്ടായി. അങ്ങനെ ബെണ്ടക്കായിൻ്റെ മുളകിൽ വെച്ചതും മത്തി കായ്ച്ചത് പിന്നെ കക്കരിക്കൊണ്ടല്ലേ അതിനെ ഞാൻ കട്ടാക്കിയിട്ട് അതിലേക്ക് ഉപ്പെല്ലാം ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായി. അങ്ങനെ എനക്കിപ്പോൾ വേണ്ടത്ര മാത്രം എടുത്തിട്ട് ഇപ്പോൾ ഞാൻ ചോറ് വേയിച്ച്. അങ്ങനെ ഞാൻ ഗട്ടിലെ ചോറെല്ലാം ബേയിച്ചിട്ടായിട്ടുണ്ടല്ലേ ബൈറ്റ് ഞങ്ങൾ ഒരു ഫോട്ടോഷൂട്ട് എടുക്കാൻ എന്നിട്ട് അല്ലെങ്കിൽ ഓണമിൻ്റെ ഒരു സാരിയെല്ലാം ഉടുത്തിട്ട് ഞങ്ങളിവിടെ താഴെ കണ്ടാൽ തന്നെ ഒരു ഫോട്ടോഷൂട്ടെല്ലാം എടുക്കാൻ എന്നിട്ടുണ്ടല്ലേ. ഞാൻ പിന്നെ എൻ്റെ ഭാവൻ്റെ തീരോ ഇപ്പോൾ കീഞ്ഞിട്ടെല്ലാം റെഡി ആയിനി. ഇപ്പം ഞാൻ ഈ താഴെ ഭാവൻ്റെ പുരൽ തന്നെ ഉള്ളേ. പിന്നെ ഞങ്ങൾ ഈ സാരി ഉടുക്കുന്ന ഗൗജിലുണ്ടല്ലേ ഈ ഞങ്ങളെ നീയാഴ്ച അവൻ്റെ ഇത് ഫോട്ടോഷൂട്ട് എടുക്കാനെല്ലാം ഇട്ടുണ്ടല്ലോ നോക്കി എങ്ങനെ റെഡി ആയിനോ എന്നിട്ട് ഇപ്പോൾ നീ എന്തൊക്കെ പിന്നെ ഇട്ടോണ്ട് വന്നതിപ്പോൾ അങ്ങനെ ഇപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ ഞങ്ങൾ കണ്ടത്തൊക്കെ പോയിക്കൊണ്ടുണ്ട്. കണ്ടത്തെ പോകാൻ എന്നെ ബേജാറാന്നാവാ എങ്ങനെ പോകുന്നത് ഈ കണ്ടത്തൊക്കെ ഇത്ര നല്ല സാരി ഉടുത്തിട്ട് ഏത്തിട്ട് ഫുള്ള് ഏത്തിട്ടെ പോടും. ബാ പ്രണയമുള്ള യേശു നാട്ടിൽ നിന്ന് മുന്നേ പോയിട്ട് നിന്നിന്നോ ഓ സാരില്ല മണ്ണ ബേജാറാന്ന് ഞാൻ ലങ്കണ്ടിട്ടിനത് അവൻ നോക്കല്ല അതാ ചേ മെല്ലെ പോണു ജാഗ്രതയിൽ മണ്ണ വനിക്കായല്ല ഛേ താവുന്നത് തന്നെ ഇനി തെറിപ്പിക്കണ്ട ഞങ്ങളെ സാരിക്കാന്ന് ഫസ്റ്റ് ചെല്ലാനാ പൊളി കിട്ടു സാരി എൻ്റെ കയ്യിന്നാ കൈക്കൊന്നേഷം ഞാനാ തന്നെ ഈ പുറത്തല്ലേ പോയാന്ന് ഫുള്ള് ചേർന്ന് ഇല്ലടാ മേലെ ഫുള്ള് ചേർന്ന് ഗായ്സ് ഞങ്ങളെ നിയാശിനെ നോക്കി അങ്ങനെ ഞങ്ങളെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് ഒരു ഫോട്ടോഷൂട്ട് ആയിക്കൊണ്ടുണ്ട് ഞങ്ങളെ പിള്ളേർ എന്നെ എടുക്കുന്നത്. അങ്ങനെ
മഴ വരുന്ന എന്നിട്ട് പേടിയായിക്കൊണ്ടായി മാത്രം മഴ വന്നിട്ടില്ല. നീ നിനക്ക് എന്തൊക്കെ ചേർക്കിടനാ ഫോണിന് അവസ്ഥ നോക്കിയവർക്ക് എങ്ങനെ ഉള്ളത് നിന്റേത് ചേർലി മുങ്ങിനാവാ. അങ്ങനെ ഞങ്ങളെ ഫോട്ടോഷൂട്ട് എല്ലാം ആയി. പിന്നെ ഉണ്ടല്ലോ ഞങ്ങൾ ഒരു റീൽസ് ആക്കിനി, അതിനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ആക്കിനി. അപ്പോൾ നോക്കാത്തവരുണ്ടെങ്കിൽ നോക്കാം. യൂട്യൂബിലായെങ്കിൽ നെക്സ്റ്റ് ഞാൻ അതിനെ വീഡിയോനെ ഇടുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോനെ ഞാൻ ഇവിടേക്ക് തന്നെ എൻഡ് ആക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആക്കി ഷെയർ ആക്കി എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ആക്കി.